നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ പിന്നാലെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ വയനാട്, അവിടെ ഈ റായ്ബറേലിയിൽ വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ഒഴിയാൻ തീരുമാനിച്ചതോടുകൂടി അവിടെ മത്സരിക്കുവാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധി ഇറങ്ങുമെന്ന വാർത്തയടക്കം പുറത്തു വന്നല്ലോ. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചതോടുകൂടിയാണ് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്കായിരുന്നു ഷാഫി മണ്ഡലത്തിൽ വിജയിച്ചത് എന്ന് മറന്നുപോകരുത്. ഏകദേശം 3800 വോട്ടുകൾക്കാണ് മെട്രോമാനായ ഇ ശ്രീധരനെ സ്ഥാനാർത്ഥിയാക്കി BJP പകരം അന്ന് മത്സരം കടുപ്പിക്കുകയും ചെയ്തു. BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റികളടക്കം ശ്രീധരൻ മുന്നേറിയതോടെ മത്സരം ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ പിരായാരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെ വോട്ടിൻ്റെ സഹായത്തോടെ അവസാന നിമിഷം ഷാഫി വിജയിച്ചു കയറി. 3859 വോട്ടായിരുന്നു ഷാഫി വിജയിച്ചത്. ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കുവാനാകുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടലുണ്ട്. പകരം അതുപോലെ തന്നെ പാലക്കാട് കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ അതൊക്കെ നടക്കുമോ എന്നറിയില്ല. ഇവർ സർപ്രൈസ് കൊണ്ടുവരുന്ന സിനിമാ താരം രമേശ് പിഷാരടി പാലക്കാട് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല. പാലക്കാട് സ്വദേശി കൂടിയായ പിഷാരടിക്കാണ് സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഥമ പരിഗണന എന്നുള്ള വിവരം വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിൻ്റെ പ്രചരണത്തിലൊക്കെ സജീവമാണ് ഈ രമേശ് പിഷാരടി. വിവിധ കോൺഗ്രസ് പരിപാടികളിലുമൊക്കെ പിഷാരടി പങ്കെടുക്കാറുണ്ട്. കോൺഗ്രസ്സുകാരന് പറയുന്നതിൽ നാണക്കേടുമില്ല. മന്ത്രി K. രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ച സാഹചര്യത്തിലാണ് ചേലക്കരയിൽ പോലും മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത്. അതും അവിടെ നിൽക്കട്ടെ. ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കണമെന്ന ഒരു ചർച്ച അത് കോൺഗ്രസിലുണ്ട് താനും. ചേലക്കര മണ്ഡലത്തിൽ 5000-ഓളം വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് രാധാകൃഷ്ണന് ഉണ്ടായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. മാത്രമല്ല മന്ത്രിയുടെ വാർഡിൽ മുന്നിലെത്താൻ രമ്യയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത്. ഇതെല്ലാം അനുകൂല ഘടകമാണ് എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അതും നടക്കുവാൻ സാധ്യതയില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ അതേ വർഷം തന്നെ ആലപ്പുഴയിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു. അതൊരു ചരിത്രമാണ്. അത്തരമൊരു ചരിത്രം ഉണ്ടെന്നിരിക്കെ ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യയെ ധൈര്യമായി തന്നെ ചേലക്കരയിൽ മത്സരിപ്പിക്കാമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു വിഭാഗക്കാർ പറയും. അതേസമയം പാലക്കാട് DCCക്ക് രമ്യയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം നേതൃത്വം നൽകിയ നിർദ്ദേശങ്ങൾ രമ്യ പരിഗണിക്കാതിരുന്നത് എന്നുള്ളൊരു ആക്ഷേപം DCC അധ്യക്ഷൻ തന്നെ അവിടെ ഉന്നയിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റൊരു നേതാവിനെ പരിഗണിക്കുവാനുള്ള സാധ്യതയും അവിടെ തള്ളിക്കളയാനാകില്ല ചേലക്കരയിലെ മത്സരത്തിൽ. പക്ഷേ ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ പാലക്കാടും ചേലക്കരയിലും നടക്കുമ്പോൾ പാലക്കാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ 2 വീഡിയോകൾ ചെയ്തു. ആ 2 വീഡിയോയിൽ പറഞ്ഞിരുന്നത്, ഒന്ന്, പാലക്കാട് നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ലോക്സഭയുടെ സ്ഥാനാർത്ഥിയായി അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും BJPയുടെ സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലും M. സ്വരാജ് LDFിന് വേണ്ടിയും കളത്തിലിറങ്ങിയാൽ പാലക്കാട് വലിയൊരു മത്സരം തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പത്മജയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ കോർത്തത് കേരളം കണ്ടതാണ്, വലിയ ചർച്ചയായതാണ്. ആ ചർച്ചയുടെ പ്രതിഫലനം നടക്കാൻ പോകുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിലായിരിക്കും. ആ കണക്കുകൂട്ടലിലേക്ക് തന്നെയാണ് BJPയും ഒപ്പം തന്നെ കോൺഗ്രസും പോയിരുന്നത്. ഞാൻ ചില അഭ്യൂഹങ്ങൾ തന്നെയാണ് പറയുന്നത്. അവിടെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണിതെല്ലാം. പക്ഷേ ഒപ്പം തന്നെ K. മുരളീധരൻ അവിടെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ സഹോദരനും സഹോദരിയും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മത്സരം, K. മുരളീധരനും പത്മജ വേണുഗോപാലും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സംവിധാനം. പക്ഷേ എന്തുകൊണ്ടോ K. മുരളീധരൻ പാലക്കാട് മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ പരീക്ഷിച്ചാൽ, മറ്റൊരു സ്ഥാനാർത്ഥി വെച്ചാൽ പിന്നെ VT ബലറാമിനെ കുറിച്ചായിരുന്നു. VT ബലറാമിനെ പോലൊരാളെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ വിജയിപ്പിച്ചെടുക്കുവാനുള്ള കരുത്ത് ഈ കോൺഗ്രസിനുണ്ടോ? കാരണം രാവിലെ 7 മണിക്ക് തോൽക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ തോൽക്കാൻ കരുത്തുള്ള ഒരു നേതാവാണ് VT ബലറാം. അതിനപ്പുറം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് VT ബലറാമിനെ നിർത്തി അവിടെ പരാജയപ്പെടാമെന്നല്ലാതെ VT ബലറാമിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസിനൊരു സ്ഥിതി നഷ്ടപ്പെടുമെന്നുള്ളത് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജയിപ്പിച്ചു കയറ്റാൻ കഴിയുന്ന ഒരു നേതാവ് K. മുരളീധരനോ രാഹുൽ മാങ്കൂട്ടത്തിലോ, അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തി പരീക്ഷിക്കാം. പിന്നെ രമേശ് പിഷാരടി സിനിമയുടെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൊണ്ടോ അദ്ദേഹം ഒരിക്കലും പാലക്കാടിൻ്റെ പുത്രനൊക്കെ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിന് വേണ്ടി വടകരയിൽ ശ്രമിച്ചിട്ടുണ്ട്. പാലക്കാട് അദ്ദേഹം ഷാഫി പറമ്പിലിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കോൺഗ്രസ് പരിപാടികളിലും രമേശ് പിഷാരടി പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന വ്യക്തി കൂടിയാണ്. നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ രമേശ് പിഷാരടി പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ പരാജയം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയം. പരാജയപ്പെടും. പകരം
ഇപ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യമല്ല. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. രമേശ് മാറി നിന്നാൽ രമേശിൻ്റെ ഇമേജ് കുറച്ചുകൂടി കൂടുകയുള്ളൂ, കുറയില്ല. പകരം ഇപ്പോൾ അദ്ദേഹം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പരാജയം അദ്ദേഹത്തെ നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഒരു പക്വതയാർന്ന ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയം. ചടുലതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഷാഫി പറമ്പിലിനെ പോലെ അത്രയും വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെ രമേശ് പിഷാരടിക്ക് അതില്ല എന്നല്ല ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. അദ്ദേഹം ആ സിനിമയുടെ തിരക്കുകൾ കാരണം അല്ലെങ്കിൽ തിരക്കുകളും അതിനോടൊപ്പം തന്നെ സഞ്ചരിക്കേണ്ട വ്യക്തിയായതുകൊണ്ട് കുറച്ചു കാലം കൂടി ആ സിനിമയുടെ അഭ്രപാളികളിൽ ജനങ്ങളെയൊക്കെ ഇങ്ങനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് പങ്കെടുക്കാം, തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാമെന്നുണ്ട്, അതിനൊരു സമയമുണ്ട്, ഇപ്പോഴല്ല എന്നാണ് ഞാനീ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഒരു പക്വതയാർന്ന രാഷ്ട്രീയക്കാരനായതിനു ശേഷം അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയാൽ, ഏത് മണ്ഡലത്തിൽ ഇറങ്ങിയാലും അദ്ദേഹത്തിന് മത്സരിക്കുകയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ഒരു വ്യക്തി രമേശ് പിഷാരടിയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് പരാജയത്തിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ട് മാറ്റിവെക്കപ്പെടുക തന്നെ. മാത്രമല്ല രമേശ് പിഷാരടിയും മത്സരിക്കുവാനുള്ള താല്പര്യം കാണിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ആ നീക്കവും പാളും. പകരം ഞങ്ങൾ ആദ്യം മുന്നോട്ട് വെക്കുന്ന പറഞ്ഞിരുന്ന പോലെ പത്മജ വേണുഗോപാലും രാഹുൽ മാൻകൂട്ടത്തിലും എം സ്വരാജും അടങ്ങുന്ന ഒരു ത്രിമൂർത്തികളായിരിക്കും അവിടെ മത്സരിക്കുക. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ പാലക്കാട് തീപാറുന്ന പോരാട്ടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.